السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ റമദാനിലെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഫിഖ് പഠന ക്ലാസ് വീണ്ടും ആരംഭിച്ചിരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈ ഒരു പുണ്യ മാസത്തിൽ നമ്മളൊക്കെ നിർവഹിച്ച അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. രോഗികളായി കഴിയുന്ന ആളുകൾ, മറ്റു പലവിധ പ്രയാസങ്ങളാൽ പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്കെല്ലാം അല്ലാഹു തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ക്ലാസ്സിലെ സ്ഥിര സാന്നിധ്യമല്ലെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ മുതിർന്ന അറിവും കഴിവും പരിചയവും കൊണ്ട് മുതിർന്ന കാരണവരായ ബഹുമാന്യനായ സിദ്ദീഖ് മൗലവി വെളിയങ്കോട്, അദ്ദേഹം മലപ്പുറത്തുകാരനാണ്. ഈ കാലയളവിൽ അദ്ദേഹത്തിന് ഫിഖ്ഹുമായി ബന്ധപ്പെട്ടൊരു മേഖലയിൽ ഒരു ഡോക്ടറേറ്റ് ലഭിച്ചു എന്ന സന്തോഷം കൂടി നമ്മളിവിടെ പങ്കുവെക്കുകയാണ്. ദീർഘമായ കാലം സൗദി അറേബ്യയിൽ അദ്ദേഹം സേവനം ചെയ്തു. ഗൾഫൊക്കെ ഒഴിവാക്കി നാട്ടിൽ കൂടിയ ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 4 മദ്ഹബുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങളുമായാണ് അദ്ദേഹത്തിൻ്റെ തിസീസ്. അൽഹംദുലില്ലാഹ്, അതും വലിയ സന്തോഷമാണ്. ഉമ്മത്തിന് അല്ലാഹു തആല അതുകൊണ്ട് ഉപകാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. തസ്ഹീദുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന ഷെയ്ഖ് ജിബ്രീൻ റഹിമഹുള്ളയുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഫിഖ്ഹ് ക്ലാസ് നാം മുന്നോട്ട് പോകുന്നത്. അതിൽ കിതാബുസ്സലാ, നിസ്കാരം എന്ന ഭാഗത്ത് ബാബുൽ അദാനി വൽ ഇഖാമ, ബാങ്കും ഇഖാമത്തും എന്ന അധ്യായമാണ് റമദാന് മുമ്പ് നമ്മൾ തുടങ്ങി വെച്ചത്. അതിൽ 6ാമത്തെ ഫസ്ല് പഠിച്ചു കഴിഞ്ഞു. അൽ ഫസ്ലു സാദിസ് അൽ അദാനു വൽ ഇഖാമത്തു ലിൽ ജുമുഅ. ജുമുഅക്ക് ബാങ്കും ഇഖാമത്തും എങ്ങനെയാണ്, എപ്പോഴാണ് എന്നൊക്കെയുള്ള മസ്അലകൾ നാം അതിൽ പഠിച്ചു. ഇനി അൽ ഫസ്ലു സാബിഅ, 7ാമത്തെ ഉപാധ്യായമാണ്. അൽ അദാനു വൽ ഇഖാമത്തു ലിൽ ഈദി വൽ ഇസ്തിസ്ഖാഇ വനഹ്വിഹിമാ. അതാണ് നമ്മുടെ അടുത്ത ഉപാധ്യായം. പെരുന്നാൾ, മഴയത്തിടുന്ന നിസ്കാരം, അതേപോലെ തറാവീഹ് തുടങ്ങിയ ഗ്രഹണ നിസ്കാരം തുടങ്ങിയതിനൊക്കെ ബാങ്ക്, ഇഖാമത്ത് എന്നിവ സുന്നത്തുണ്ടോ ഇല്ലേ, അതാണ് ഈ ഭാഗത്ത് വരുന്ന ചർച്ച. അൽ അദാനു വൽ ഇഖാമത്തു ലിൽ ഈദി, ബാങ്കും ഇഖാമത്തും ലിൽ ഈദി പെരുന്നാൾ നിസ്കാരത്തിന്, വൽ ഇസ്തിസ്ഖാ വെള്ളം തേടുന്ന, മഴയെ തേടുന്ന നിസ്കാരത്തിനും, വനഹ്വിഹിമാ അതിനോട് തുല്യമായ ഇതുപോലെയുള്ള മറ്റു നിസ്കാരങ്ങൾക്കും ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ടോ, ഇനി ഹുക്ം എന്താണ് എന്നാണ് 7ാമത്തെ ഈ ഉപാധ്യായത്തിലെ ചർച്ച. മസ്അല 1288ാമത്തെ മസ്അലയാണ് ഇതിൽ ചർച്ചയ്ക്ക് വരുന്നത്.
ലാ യുശ്റഉൽ അദാനു വൽ ഇഖാമത്തു ലിൽ ഈദി വലാ ലിൽ ഇസ്തിസ്ഖാഇ വലാ ലിൽ ജനാസത്തി വലാ ലിൽ കുസൂഫി വലാ ലിൽ തറാവീഹി വഹാദാ മുജ്മഉൻ അലൈഹി. ലാ യുശ്റഉൽ അദാനു വൽ ഇഖാമ, ബാങ്കും ഇഖാമത്തും ശറഅാക്കപ്പെടുക ഇല്ല, ശറഇൽ നിയമമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ലിൽ ഈദി, പെരുന്നാളിന്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് ബാങ്കുമില്ല ഇഖാമത്തുമില്ല. വലാ ലിൽ ഇസ്തിസ്ഖാ, ഇസ്തിസ്ഖാ എന്നാൽ മഴയെ തേടുന്ന അല്ലെങ്കിൽ വെള്ളം തേടാനുള്ള നിസ്കാരം. അത് വെള്ളമില്ലാതെ ക്ഷാമം നേരിടുമ്പോൾ നിർവഹിക്കാനുള്ള പ്രാർത്ഥനയാണ് ഇസ്തിസ്ഖാ, സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. അത് വെള്ളമില്ലാതെ ക്ഷാമം നേരിടുകയും വരൾച്ചയുണ്ടാവുകയും മനുഷ്യന്മാർക്കും കന്നുകാലികൾക്കും കൃഷികൾക്കുമെല്ലാം വലിയ തോതിൽ പ്രയാസമുണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഇസ്തിസ്ഖാ നിർവഹിക്കേണ്ടത്. ചൂട് കൂടുമ്പോൾ മഴയത്തെ നിസ്കാരം എന്നതിനേക്കാളേറെ ക്ഷാമവും വരൾച്ചയുമാണ് യഥാർത്ഥത്തിൽ അതിന് വിധാനമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയിൽ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ വ്യാപകമായ വരൾച്ചയുണ്ടായപ്പോൾ സ്വലാത്തുൽ ഇസ്തിസ്ഖാ അദ്ദേഹം നിർവഹിച്ചുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഹിജ്റ 18-ാം വർഷം, 17-ാം വർഷത്തിൻ്റെ അവസാനത്തിൽ ആരംഭിച്ച് 18-ാം വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് വരെ നീണ്ടുനിന്ന 6 മാസം നീണ്ടുനിന്ന ശക്തമായ ക്ഷാമം ഉമർ ഖത്താബിൻ്റെ കാലത്ത് ഉണ്ടായി. കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങി, കന്നുകാലികൾ പലതും ചത്തൊടുങ്ങി, ഉള്ളതിൽ തന്നെ എല്ലും തോലും മാത്രമായി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എല്ലാ കന്നുകാലികളുമൊക്കെ മാറി. മനുഷ്യന്മാരും വല്ലാതെ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടു. പല നാടിലേക്ക് ഉമർ ഖത്താബ് കത്തയച്ചു. അവിടുന്നൊക്കെ ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തയച്ച് മദീനക്കാരെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഉമർ ഖത്താബ് അയൽ രാജ്യങ്ങളിലേക്കൊക്കെ കത്തയച്ചു. അവിടുന്നൊക്കെ ഭക്ഷ്യപദാർത്ഥങ്ങൾ മദീനയിലേക്ക് വന്നു. അതുകൊണ്ടും മതിയാകാത്ത സാഹചര്യമുണ്ടായി. ഉമർ ഖത്താബ് പോലും ഖലീഫയുടെ ഭക്ഷണ മെനു അടക്കം ഉമർ ഖത്താബ് വെട്ടിച്ചുരുക്കി, ബൈത്തുൽ മാലിൽ നിന്ന് ഖലീഫകളുടെ ഭക്ഷണമൊക്കെ വെട്ടിച്ചുരുക്കി ഉണക്ക റൊട്ടി മാത്രമാക്കി മാറ്റി. ഉമർ ഖത്താബിൻ്റെ മുഖത്തിൻ്റെ നിറമടക്കം മഞ്ഞ നിറമായി മാറിയെന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ബിദായത്തുൻ നിഹായയിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ആ നിലയ്ക്ക് ശക്തമായ വരൾച്ചയുണ്ടായതാണ് ഹിജ്റ 17-18 വർഷങ്ങളിൽ. അതിലാണ് ഉമർ ഖത്താബ് പിന്നെ മുസ്ലിമുകളെയും കൂട്ടി ഒന്നിച്ച് മൈതാനത്തേക്ക് പോവുകയും അവരെ ഒന്നിച്ച് നിസ്കരിക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയും ആ ദുആയുടെ ഫലമായി അവർക്ക് മഴ വർഷിച്ചു, ക്ഷാമം അവസാനിച്ചു എന്നൊക്കെ കാണാൻ കഴിയും. സ്വഹീഹ് ബുഖാരിയിൽ അത് ചില ഭാഗങ്ങൾ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫതഹുൽ ബാരി വിശദമായ ചർച്ചയുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ബിദായത്തുൻ നിഹായയിൽ ഈ ഭാഗം വളരെ വിശദമായി 7-ാം വാരത്തിൽ അദ്ദേഹം അത് വളരെ വിശദമായ ചരിത്ര സംഭവം അദ്ദേഹം രേഖപ്പെടുത്തിയതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു അഅലം. അപ്പോൾ അതാണ് ഇസ്തിസ്ഖാ. ഈ സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞുകൂടാ. കാരണം ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു സീസൺ അനുസരിച്ച് ഇപ്പോൾ ചൂടിൻ്റെ സമയമാണ്, ഒരു മഴയുടെ സമയമല്ല, അതൊരു വരൾച്ചയല്ല, ഒന്നുമല്ല. ചൂടുണ്ട്, ശരിയാണ്. അത് ഓരോ രാജ്യത്തെ സന്ദർഭ സാഹചര്യം അനുസരിച്ച് അള്ളാഹു തആല നിശ്ചയിച്ച ചില സിസ്റ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സാധാരണ മാർച്ച് ഏപ്രിൽ മെയ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചൂടിൻ്റെ കാലമാണ്, ചൂടുണ്ടാവും, സ്വാഭാവികമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു വരൾച്ചയോ അല്ലെങ്കിൽ ഭയങ്കരമായ പട്ടിണിയോ അങ്ങനത്തെ ദുരിതങ്ങളോ അതൊന്നും അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടില്ല. എന്നാൽ മഴ കിട്ടേണ്ട ഒരു കാലത്ത് മഴ കിട്ടിയില്ല, കൃഷി നശിക്കുന്നു, ആകെ പ്രയാസം വരുന്നു, പട്ടിണിയാകുന്നു, ബുദ്ധിമുട്ടാകുന്നു. അതിലൊരു ആശ്വാസമാണ് മഴ എങ്കിൽ അവിടെയാണ് മഴയെ തേടുന്ന ഒരു നിസ്കാരം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉള്ളത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും പെരുന്നാളിനോ ഇസ്തിസ്ഖാഇനോ ബാങ്കും ഇഖാമത്തും ശറഇൽ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. വലാദിൽ ജനാസത്തി, ജനാസയുടെ നിസ്കാരത്തിനും ഇല്ല. വലാദിൽ കുസൂഫി, ഗ്രഹണത്തിനുമില്ല. കുസൂഫ് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും രണ്ടിനും കുസൂഫ് എന്ന പദം പൊതുവായി ഉപയോഗിക്കാം. ഗ്രഹണ നിസ്കാരത്തിനുമില്ല. വലാലി തറാവീഹി, തറാവീഹി നിസ്കാരത്തിനും ഇല്ല. അപ്പം പെരുന്നാള്, മഴയത്തിടുന്ന നിസ്കാരം, ഗ്രഹണ നിസ്കാരം, ജനാസ, തറാവീഹ് ഇതിനൊന്നും ബാങ്കുമില്ല, ഇഖാമത്തുമില്ല. വഹാദ മുജ്മഉൻ അലൈഹി, ഇത് ഇജ്മാ ഉള്ള കാര്യമാകുന്നു. ബാങ്കും ഇഖാമത്തും ഇല്ല എന്നതിൽ പൊതുവെ അഭിപ്രായ വ്യത്യാസം ഇല്ല. കാരണം നബി ഞങ്ങൾ ഇതൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന നിസ്കാരമെല്ലാം പ്രവാചക സ്വല്ലല്ലാഹു തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ആ നിസ്കാരത്തിലൊന്നും നബി തങ്ങൾ ബാങ്ക് വിളിച്ചു എന്നോ ഇഖാമത്ത് വിളിച്ചു എന്നോ എവിടെയും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട നിസ്കാരങ്ങൾക്ക് ബാങ്കും ഇഖാമത്തും ഇല്ല എന്നത് മുജ്മഉൻ അലൈഹി, പണ്ഡിതന്മാരുടെ ഏകോപനമുള്ള കാര്യമാണ്. لأن النبي صلى الله عليه وسلم كان يصلي هذه الصلوات, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ നിസ്കാരങ്ങളെല്ലാം നിസ്കരിക്കുമായിരുന്നു. ബില അദാനിൻ വലാ ഇഖാമ, ബാങ്കും ഇഖാമത്തും ഇല്ലാതെയാണ് നബിതങ്ങൾ ഇതെല്ലാം നിസ്കരിച്ചത്. കമാ ലാ യുശ്റഉ അൽ അദാനു വൽ ഇഖാമത്തു ലിജമീഇൻ നവാഫിലി, മറ്റു സുന്നത്തുകൾക്കെല്ലാം തന്നെ ബാങ്കും ഇഖാമത്തും ഇല്ല എന്നതുപോലെ തന്നെ ഇജ്മാ ആയിക്കൊണ്ട് റവാത്തിബ് നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരം, അതുപോലുള്ള നിസ്കാരങ്ങൾക്കൊന്നും ബാങ്കില്ല, ഇഖാമത്തുമില്ല, അതിലും തർക്കമില്ല. അപ്പം മുസ്ലിം ഉമ്മത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫില്ലാത്ത വിഷയമാണ് പെരുന്നാൾ, ഗ്രഹണ നിസ്കാരം, തറാവീഹ് നിസ്കാരം, ജനാസ നിസ്കാരം, ഇസ്തിസ്ഖാ, മറ്റു സുന്നത്തുകൾ, ഇവക്കൊന്നും ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ആ സ്ഥാനത്ത് മറ്റു വല്ല വിളിയുമുണ്ടോ, അത് മറ്റു ചർച്ചയാണ്. അസ്ലാത്തു ജാമിയ എന്ന വിളി, അതേപോലെയൊക്കെയുള്ള വിളികൾ ഉണ്ടോ ഇല്ലേ, അത് അടുത്ത മസല വരും. ബാങ്കും ഇഖാമത്തും ഇല്ല എന്നത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട്, അതിലൊന്നും നബി ബാങ്കോ ഇഖാമത്തോ വിളിച്ചിട്ടില്ല. യുശ്റഉ അൻ യുനാദാ ലിൽ കുസൂഫി ബിജുംലത്തി അസ്സലാത്തു ജാമിഅ വഹാദാ മുജ്മഉൻ അലൈഹി. ഇനി മറ്റൊരു തർക്കമില്ലാത്ത കാര്യം, യുശ്റഉ അൻ യുനാദാ ലിൽ കുസൂഫി, ഗ്രഹണ നിസ്കാരത്തിന് വിളിക്കപ്പെടൽ ശറഅാണ്, ശറഈ നിയമമാണ്. എന്ത്? ബിജുംലത്തി അസ്സലാത്തു ജാമിഅ, അസ്സലാത്തു ജാമിഅ എന്ന വാചകം വിളിച്ചു പറയുക ഗ്രഹണ നിസ്കാരത്തിൽ. വഹാദാ മുജ്മഉൻ അലൈഹി, അതും ഇജ്മാ ഉള്ള കാര്യമാകുന്നു, തർക്കമില്ല. ലിമാ റവൽ ബുഖാരിയു വമുസ്ലിമുൻ അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഖാല, അബ്ദുല്ലാഹി ബിൻ അംർ പറഞ്ഞതായി ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അതിന് തെളിവ്. ലമ്മാ കസഫത്തി ശംസു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂദിയ ഇന്ന സ്വലാത്ത ജാമിഅ, നബിതങ്ങളുടെ കാലഘട്ടത്തിൽ സൂര്യഗ്രഹണമുണ്ടായപ്പോൾ ഇന്ന സ്വലാത്ത ജാമിഅ എന്ന് വിളിക്കപ്പെട്ടു എന്ന് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നബിയുടെ കാലത്ത് അങ്ങനെ ഉണ്ട്, അതിനർത്ഥം നബിതങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് അത് വിളിച്ചതാണ്. നബിയുടെ കാലത്ത് സംഭവം ഉണ്ടായി എന്ന് സഹാബി പറഞ്ഞാൽ അത് നബിതങ്ങൾ അറിയിച്ചു, നബിയുടെ അനുവാദപ്രകാരം, നബിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത കാര്യമാണ്. അപ്പം ഗ്രഹണ നിസ്കാരത്തിൽ അസ്സലാത്തു ജാമിഅ അല്ലെങ്കിൽ ഇന്ന സ്വലാത്ത ജാമിഅ എന്നൊക്കെ വിളിക്കലാണ് സുന്നത്ത് എന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പം ഇതിലൊന്നും ബാങ്കും ഇഖാമത്തും ഇല്ല എന്നതിൽ തർക്കമില്ല. ഗ്രഹണത്തിന് അസ്സലാത്തു ജാമിഅ എന്ന് വിളിക്കണം എന്നതിലും തർക്കമില്ല. എന്നാൽ മറ്റു നിസ്കാരങ്ങൾ, അമ്മൽ ഈദു വൽ ജനാസത്തു വത്തറാവിഹു ഫലാ യുസ്തഹബ്ബു ലഹാ ഹാദൻ നിദാ, എന്നാൽ പെരുന്നാള്, ജനാസ, തറാവീഹ് എന്നിവക്കെല്ലാം ഈ വിളി ലാ യുസ്തഹബ്ബു, സുന്നത്താക്കപ്പെടുക ഇല്ല. ഹാദൻ നിദാഉ, ഈ വിളി, ഏത് വിളി? അസ്സലാത്തു ജാമിഅ എന്ന വിളി പെരുന്നാളിനില്ല, അതുപോലെ തറാവീഹിനില്ല, ജനാസക്കുമില്ല. അതിൽ പൊതുവെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇജ്മാ കൊണ്ട് പറയാതിരുന്നത്. ഷാഫി മദ്ഹബിൽ പെരുന്നാളിന് അസ്സലാത്തു ജാമിഅ എന്ന് പറയണം, മഴയത്തെ നിസ്കാരത്തിലും അസ്സലാത്തു ജാമിഅ എന്ന് പറയണം എന്നാണ് ഷാഫിഈ മദ്ഹബ്. അവർ പറയുന്ന രണ്ട് ന്യായമാണ്. ഒന്ന്, ഇമാം സുഹ്രിയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട ദഈഫായ മുർസലായ ഒരു റിപ്പോർട്ടുണ്ട്. ഇമാം സുഹ്രിയിൽ നിന്നുള്ള റിപ്പോർട്ട് മുർസലാണ്, സ്വഹീഹല്ല, സ്ഥിരപ്പെട്ടതല്ല. ആ റിപ്പോർട്ട് പ്രകാരം ഇമാം ഷാഫി റഹിമഹുല്ലാ അടക്കം പറഞ്ഞു അസ്സലാത്തു ജാമിഅ എന്ന് പറയണം എഴുതിന്. രണ്ട്, ഖുസൂഫിനോട്, ഗ്രഹണസ്കാരത്തിനോട് ഖിയാസാക്കിക്കൊണ്ടും, ആളുകൾ പ്രത്യേകം വിളിച്ചു കൂട്ടപ്പെടുന്ന നിസ്കാരമാണോ ഗ്രഹണം എന്ന പോലെ പ്രത്യേകം വിളിച്ചു കൂട്ടപ്പെടുന്ന നിസ്കാരമാണ് പെരുന്നാൾ, ഈദ്. അതുകൊണ്ട് അതിനോട് ഖിയാസാക്കിക്കൊണ്ടും പെരുന്നാൾ നിസ്കാരത്തിനും അസ്സലാത്തു ജാമിഅ എന്ന് പറയണം എന്നാണ് ഷാഫിഈ മദ്ഹബിലെ നിയമം ആ വിഷയത്തിൽ. എന്നാൽ അത് രണ്ടും യഥാർത്ഥത്തിൽ ദലീലല്ല. കാരണം ഒന്ന്, ആ ഹദീസ് സ്വഹീഹല്ല, സ്വഹീഹാണെങ്കിൽ തെളിവാണ്, സ്വഹീഹല്ല. രണ്ട്, ഖിയാസാണ്, ഇബാദത്തുകൾ അങ്ങനെ ഖിയാസ് എന്നുള്ളത് ശരിയല്ല. ഒന്നിലുണ്ടെങ്കിൽ മറ്റിലുണ്ടാകണം എന്ന് ഇബാദത്തിന്റെ കാര്യത്തിൽ പറയാൻ പറ്റുകയുമില്ല. അപ്പം ആ രണ്ട് കാരണങ്ങളാൽ അത് ശരിയല്ല. മാത്രവുമല്ല, ഈ വിളി ഇല്ലാതെ അവർ നിർവഹിച്ചു എന്ന് തന്നെ പ്രത്യേകമായി വരികയും ചെയ്തു. അതാണ് തെളിവായി ലിമാ റവാ മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതാണ് ഇത് തെളിവ്. ഇത് വേണ്ട പറയാൻ തെളിവുണ്ടോന്ന്? ശരിക്ക് വേണ്ട പറയാൻ തെളിവ് ആവശ്യമില്ല. പെരുന്നാളിന് ഇങ്ങനെ വിളിയില്ല എന്ന് പറയാൻ തെളിവ് വേണോ? വേണ്ട. കാരണം ഇബാദത്താണ്. ഇബാദത്താകുമ്പോൾ
വേണമെന്ന് പറയാനാണ് തെളിവ്. വേണ്ടെന്ന് പറയാൻ തെളിവ് ആവശ്യമില്ല. വേണ്ടെന്ന് തെളിവ് എന്താണ്? വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതിന് വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് വേണ്ടെന്ന് തെളിവ്. എന്നാൽ ഇത് അതുമാത്രമല്ല, ഇവിടെ ഇല്ലാതെ സ്വഹാബിബത്ത് ചെയ്തു എന്ന് തന്നെ പ്രത്യേകമായി റിപ്പോർട്ട് വരികയും ചെയ്തു. ലിമാ റവാ മുസ്ലിമുൻ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതാണ് തെളിവ്. മിൻ ത്വരീഖി ഇബ്നു ജുറൈജിൻ അഖ്ബറനി ഖാല അഖ്ബറനി അത്വാഉൻ അൻ ഇബ്നു അബ്ബാസിൻ വഅൻ ജാബിർ ഇബ്നു അബ്ദുല്ലാ അൽ അൻസാരി റളിയല്ലാഹു അൻഹും ഖാല. ഇബ്നു ജുറൈജിൽ നിന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്. ഇബ്നു ജുറൈജ് പറയുന്നു, അഖ്ബറനി അത്വാഉൻ, എന്നോട് അത്വാ പറഞ്ഞു. അത്വാ താബിഈ പ്രമുഖനാണ്. എന്നോട് അത്വാ പറഞ്ഞു. അൻ ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസിനെ തൊട്ട് ഇമാം അത്വാ പറഞ്ഞു. വൻ ജാബിർ ഇബ്നു അബ്ദുല്ലാ, അപ്പോൾ ഇബ്നു അബ്ബാസിൽ നിന്നും ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്നും അത്വാ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിരിക്കുന്നു. എന്ത്? ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു. ആ രണ്ടുപേരും ഇബ്നു അബ്ബാസും അതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹുവും, ഈ രണ്ട് സ്വഹാബിമാരും പറഞ്ഞു. എന്ത്? ലം യകുൻ യുഅദ്ദനു യൗമൽ ഫിത്രി വലാ യൗമൽ അദ്ഹാ, പെരുന്നാൾ ചെറിയ പെരുന്നാൾ ദിവസത്തിലും ബലി പെരുന്നാൾ ദിവസത്തിലും ബാങ്ക് വിളിക്കപ്പെടാറില്ലായിരുന്നു. ലം യകുൻ യുഅദ്ദനു, ബാങ്ക് വിളിക്കപ്പെടുമായിരുന്നില്ല എന്ന് ഇബ്നു അബ്ബാസും ജാബിർ ഇബ്നു അബ്ദുല്ലയും പറഞ്ഞു. സുമ്മ സഅൽതുഹു ബഅദ ഹീനിൻ അൻ ദാലിക, അത്വാ പറയാണ്, പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം, സുമ്മ സഅൽതുഹു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബഅദ ഹീനിൻ, കുറച്ച് കാലത്തിന് ശേഷം, അൻ ദാലിക, ഇതേക്കുറിച്ച് വീണ്ടും ഒരിക്കൽ ഞാൻ ചോദിച്ചു. ഒരിക്കൽ അദ്ദേഹം ഇത് പറഞ്ഞു, പിന്നീട് മറ്റൊരിക്കൽ ഞാൻ ഇതേ കാര്യം വീണ്ടും അവരോട് ചോദിച്ചു. ഖാല, അപ്പോൾ ജാബിർ പറഞ്ഞു, അത്വാ പറഞ്ഞു. എന്ത്? അഖ്ബറനി ജാബിർ ഇബ്നു അബ്ദുല്ലാ അൽ അൻസാരി, ജാബിർ ഇബ്നു അബ്ദുല്ലാ എന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? അല്ലാ അദാന, ബാങ്കില്ല, ലിസ്വലാത്തി, നിസ്കാരത്തിന്, യൗമൽ ഫിത്ർ, ഫിത്ർ ദിവസം, ചെറിയ പെരുന്നാൾ ദിവസത്തിൽ ബാങ്കില്ല. ഹീന യഖ്റുജുൽ ഇമാം, ഇമാം പുറപ്പെടുമ്പോൾ ബാങ്കില്ല. വലാ ബഅദ മാ യഖ്റുജ്, പുറപ്പെട്ട ശേഷവും ബാങ്കില്ല. ഇമാം പുറപ്പെടുമ്പോഴുമില്ല, പുറപ്പെട്ടതിന് ശേഷവുമില്ല. വലാ ഇഖാമ, ഇഖാമത്തുമില്ല. വലാ നിദാ, ഒരു വിളിയുമില്ല. ബാങ്കുമില്ല, ഇഖാമത്തുമില്ല. വലാ നിദാ, ഒരു വിളിയുമില്ല. വലാ ശൈഅ, യാതൊന്നുമില്ല. ലാ നിദാ യൗമഇദിൻ, അന്നൊരു വിളിയേ ഇല്ല. വലാ ഇഖാമ, ഇഖാമത്തുമില്ല എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞുവെന്ന് അത്വാ റളിയല്ലാഹു അൻഹു പിന്നീട് ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് ഇബ്നു ജുറൈജ് പറയുന്നു. അപ്പോൾ ഇബ്നു ജുറൈജ് പറയാണ്, അത്വാ ഇങ്ങനെ പറഞ്ഞു. എന്തു പറഞ്ഞു? അത്വാ താബിഈയാണ്, ഇബ്നു അബ്ബാസ് സ്വഹാബിയാണ്, ജാബിർ റളിയല്ലാഹു സ്വഹാബിയാണ്. അപ്പോൾ സ്വഹാബിമാരായ ഇബ്നു അബ്ബാസും ജാബിർ ഇബ്നു അബ്ദുല്ലയും പറഞ്ഞു, പെരുന്നാൾ ദിവസത്തിൽ ബാങ്കോ ഇഖാമത്തോ ഇല്ല, ബാങ്കില്ല എന്നവർ പറഞ്ഞു എന്ന് അത്വാ പറയുന്നു. ഇബ്നു ജുറൈജ് പറയാണ്, പിന്നീട് ഞാൻ അത്വായോട് ചോദിച്ചു ഇതേക്കുറിച്ച്. അന്നും അത്വാനോട് പറഞ്ഞു, അന്ന് ബാങ്കുമില്ല, ഇഖാമത്തുമില്ല, വിളിയുമില്ല, യാതൊന്നും തന്നെ അന്നില്ല എന്ന് എന്നോട് ജാബിർ പറഞ്ഞുവെന്ന് അത്വാ എന്നോട് പറഞ്ഞു. വതുഖാസുൽ ജനാസത്തു വത്തറാവീഹു അലൽ ഈദി, ജനാസയും തറാവീഹും ഇതിനോട് ഖിയാസാക്കാം. അവിടെയും പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈദിലില്ല, ജനാസയിലുമില്ല, തറാവീഹിലുമില്ല. എന്നാൽ ഗ്രഹണത്തിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴുണ്ട് ഗ്രഹണത്തിൽ നബിതങ്ങൾ അസ്സലാത്തു ജാമിഅ, ഇന്ന സ്വലാത്ത ജാമിഅ എന്ന് നബിയുടെ കാലത്ത് വിളിക്കപ്പെട്ടു എന്ന് സ്വഹാബി പറഞ്ഞു. അപ്പോൾ അതിനുണ്ട്. ഈദിന് വിളിക്കപ്പെടാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനില്ല. ഇനി തറാവീഹും ജനാസയോ അതിലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇല്ല എന്ന് പറഞ്ഞ ഈ ഈദിനോട് അതിനെ കമ്പയർ ചെയ്യാം, തുല്യപ്പെടുത്താം. അതുകൊണ്ട് അതിലുമില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. നബി ഇമാം റഹിമഹുല്ലാ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ മദ്ഹബിൽ അറിയപ്പെട്ട നിയമത്തിന് എതിരാകുന്നു ഇത് എന്ന് ഇമാം നബി റഹിമഹുല്ലാ പറയുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഷാഫി മദ്ഹബിൽ പെരുന്നാളിന് അസ്ലാത്തു ജാമിഅ എന്ന് വിളിക്കണം. ഇമാം ഷാഫി റഹിമഹുല്ലാ അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇമാം നബി റഹിമഹുല്ലാ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ റിപ്പോർട്ട് ഹാദാ ളാഹിറുഹു മുഖാലിഫുൻ ലിമാ യഖൂലുഹു അസ്ഹാബുനാ വഗൈറുഹും, നമ്മുടെ മദ്ഹബിലെ പണ്ഡിതന്മാരും അല്ലാത്ത മറ്റു ചില പണ്ഡിതന്മാരും പറഞ്ഞു വരുന്ന നിയമത്തിന് ഈ റിപ്പോർട്ട് നേരെ
എതിരാകുന്നു. കാരണം ഈ റിപ്പോർട്ട് പ്രകാരം അസ്ലാത്തു ജാമിഅ എന്ന് പറയേണ്ടതില്ല എന്നാണല്ലോ. അപ്പം മദ്ഹബിലോ പറയണം എന്നാണ് താനും. അപ്പം മദ്ഹബിലുള്ള അഭിപ്രായത്തിന് ഈ റിപ്പോർട്ട് എതിരാകുന്നു എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് ഇമാം നവവി ഒരു വജഹുണ്ടാക്കിയത്, ഇവിടെ ഈ റിപ്പോർട്ടിൽ അസ്ലാത്തു ജാമിഅ എന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ബാങ്കില്ല, ഇഖാമത്തില്ല, വിളിയുമില്ല, ഒന്നുമില്ല എന്നാണല്ലോ. അപ്പോൾ ആ വിളി ഇല്ല എന്ന് പറഞ്ഞ ഉദ്ദേശം ബാങ്ക് ഇഖാമത്ത് പോലെയുള്ള വിളിയില്ല എന്നതായിരിക്കും എന്ന് അതിനെ വ്യാഖ്യാനിക്കാം എന്നാണ് നബി ഇമാം റഹിമഹുല്ലാഹ് പിന്നെ അതിന് ഒരു ന്യായം പറഞ്ഞിരിക്കുന്നത് എന്ന് സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയും. വല്ലാഹു അഅലം. ഏതായിരുന്നാലും നബിയുടെയോ സ്വഹാബത്തിൻ്റെയോ ചെയ്തിയിൽ പെരുന്നാളിനോ അതേപോലെ ഇസ്തിസ്ഖാഇനോ ജനാസക്കോ തറാവീഹിനോ ഒരു ബാങ്കും ഇഖാമത്തും ഏതായാലുമില്ല. അസ്ലാത്തു ജാമിഅ എന്ന വിളിയും ഇല്ല. ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമാം സുഹരിയിൽ നിന്ന് വന്ന ഒരു റിവായത്താണ്. ആ റിവായത്താവട്ടെ സ്വഹീഹല്ല, മുർസലായി വന്ന ഒരു താബിഈ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ മുർസലായ റിപ്പോർട്ടാണ് അതിലുള്ളത്. ഇമാം ഷാഫിയുടെ അസ്ൽ പ്രകാരം മുർസലുകൾ നിരുപാധികം തള്ളേണ്ടതല്ല. ഇമാം ഷാഫിയുടെ ഹദീസ് ശാസ്ത്രപ്രകാരം മുർസലുകൾ സ്വീകരിക്കപ്പെടാവുന്ന ചില മേഖലകൾ ഉണ്ട്. അപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ആ മുർസലിനെ തെളിവായി സ്വീകരിക്കുന്നു. അതോടൊപ്പം ഗ്രഹണസ്കാരത്തോട് അതിനെ ഖിയാസാക്കുകയും ചെയ്യുന്നു. അതുപ്രകാരമാണ് ഷാഫി മദ്ഹബിൽ അസ്ലാത്തു ജാമിഅ എന്ന വിളിക്കൽ ഉണ്ടായി വന്നത്. ചില വജഹകൾ ഉണ്ടാവാം. ചില ഫുറൂഇയാത്തിലൊക്കെ പറ്റുമോ ഇല്ല എന്ന, അസ്ലിയായി പറ്റില്ല പക്ഷേ ഫുറൂഇലൊക്കെ പറ്റുമോ ഇല്ല എന്നൊക്കെ ചില ചർച്ചകളൊക്കെ ആ രംഗത്തുണ്ട്. എങ്ങനെ അത് ഗ്രഹണസ്കാരത്തിലുണ്ടായത് അത് മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഒന്നല്ല നബിയുടെ കാലത്ത്. ഇന്നൊരു പക്ഷെ നമുക്ക് നേരത്തെ അറിയാൻ സംവിധാനമുണ്ട്. നബിയുടെ കാലത്ത് ഗ്രഹണം ഇന്ന സമയത്ത് ഉണ്ടാകും എന്ന് മുൻകൂട്ടി അവർക്ക് അറിയുന്നില്ല. പെട്ടെന്ന് ഇരുട്ട് പകരുകയാണ്. പകൽ സമയത്ത് സൂര്യൻ മൂടിപ്പോകുന്നു, ഇരുട്ടാകെ പകരുന്നു, എന്താണ് ഒരു പിടുത്തം കിട്ടുന്നില്ല, എല്ലാവരും ആകെ ബേജാറാകുന്നു. നബിതങ്ങൾ തൻ്റെ വസ്ത്രം വലിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു. വസ്ത്രം വരേക്ക് ഉടുക്കാൻ പോലും നിൽക്കാതെ വസ്ത്രമാകെ വാരി വലിച്ച് ഉടുത്തുകൊണ്ട് നബി നേരെ പള്ളിക്ക് ഓടി വന്നിട്ട് ജനങ്ങളെ പള്ളിക്ക് സംഘടിപ്പിക്കണം. അവിടെയാണ് അസ്സലാത്തു ജാമിഅ എന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഒരു പതിവില്ലാത്ത വിളി കേട്ടപ്പോൾ, സാധാരണ നിസ്കാര സമയമാണ് ഹയ്യ അലൽ സ്വലാത്ത് എന്ന് പറയും. ഇതൊന്നുമല്ലാതെ അസ്സലാത്തു ജാമിഅ എന്ന് വിളി കേൾക്കുമ്പോൾ സ്വാഭാവികം എല്ലാവരും കൂടെ പള്ളിക്ക് ഓടിയെത്തിക്കാൻ എല്ലാവരും ബേജാറായി നിൽക്കുകയാണ്. എന്താ സംഭവിക്കണ അറിയില്ല. ചിലർ പറഞ്ഞ ഖിയാമത്താണോ എന്ന് പോലും നിങ്ങൾ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കണ അറിയില്ല. അത് പള്ളിയിൽ നിന്ന് വിളിക്കുക അസ്സലാത്തു ജാമിഅ. അപ്പോൾ എല്ലാവരും കൂടി പള്ളിക്ക് ഓടിയെത്തി. നബിതങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു പരിഹാരം കിട്ടും, വല്ലതൊക്കെ നബിതങ്ങൾ നിർദ്ദേശം നൽകും എന്ന നിലക്കാണ് ഓടിയെത്തുന്നത്. അങ്ങനെ നബിതങ്ങൾ അവരെയും കൂട്ടി നിസ്കാരം ആരംഭിച്ചു. ദീർഘമായി നിസ്കരിച്ചു. ആ നിസ്കാരം സലാം വീട്ടിയത് ഗ്രഹണമൊക്കെ നീങ്ങി വെളിച്ചം വന്നതിന് ശേഷമാണ് നിസ്കാരം സലാം വീട്ടിയത്. ഇന്ന് നബിതങ്ങൾ പറഞ്ഞു സൂര്യനും ചന്ദ്രനും ഒക്കെ അപ്പന് ദൃഷ്ടാന്തമാണ്. അതിൽ ഗ്രഹണമുണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് പാപമോചനവുമായി മടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ ഒരു ഖുത്ബയും അവിടെ നടത്തി. അപ്പോൾ അവിടെയാണ് ഈ വിളി ഉണ്ടായത്. എന്നാൽ ഈദ് അതല്ല, ജനാസ അതല്ല. അതൊക്കെ നേരത്തെ അറിയാവുന്നതും സമയം അറിയിക്കുന്നതും അതിനുവേണ്ടി പ്രത്യേകം ലക്ഷ്യം വെച്ച് വരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ കുസൂഫിലേക്ക് ഗ്രഹണത്തിലേക്ക് ഖിയാസാക്കുക എന്നുള്ളത് അഥവാ ഖിയാസ് പറ്റുന്ന ഒരു മേഖല ആണെങ്കിൽ പോലും ഇവിടെ ഖിയാസാക്കാൻ വകുപ്പില്ല എന്നതാണ് അതിലുള്ള വ്യത്യാസം. പറയണം. അത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച റിപ്പോർട്ടാണത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആവശ്യമില്ലെങ്കിൽ പോലും അത് പറയണം. ബാങ്കും പകത്തെ ഹയ്യ അലൽ സ്വലാത്ത് പറയുന്നു. ഇതിപ്പോൾ ബാങ്ക് എത്ര മിനിറ്റ് കൊടുക്കും നമുക്കറിയാം. ഇഖാമത്ത് എത്ര മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കും നമുക്കറിയാം. അടിഞ്ഞപ്പോൾ ഹയ്യ അലൽ സ്വലാത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നു. ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടു വന്നാൽ പിന്നെ ഇനി അവിടെ നമുക്കത് ഒഴിവാക്കാൻ വകുപ്പില്ല. അപ്പോൾ അത് ഗ്രഹണം നിസ്കരിക്കുകയാണെങ്കിൽ അസ്സലാത്തു ജാമിഅ അല്ലെങ്കിൽ ഇന്ന സ്വലാത്ത് ജാമിഅ എന്ന് നമുക്ക് വിളിക്കണം. അത് ശറഇൽ നിയമമാക്കപ്പെട്ടതാണ്. എന്നാൽ മറ്റുള്ളവർ അങ്ങനെ നബിയുടെ മാതൃക വന്നിട്ടില്ല. മാത്രമല്ല അന്ന് ബാങ്കോ ഇഖാമത്തോ ഒരു വിളിയോ ഒന്നുമോ ഇല്ല എന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹ് പറഞ്ഞതായി അത്വാ പറഞ്ഞുവെന്ന് ഇബ്നു ജുറൈജ് പറഞ്ഞ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുകയും ചെയ്തു. നിസ്കാരം സംഘടിപ്പിക്കുന്നു എന്നാണ്. അസ്വലാത്തു ജാമിഅ നിസ്കാരം ഇതാ സംഘടിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ ആശയം. ആശയമൊക്കെ ശരിയാണ്, തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷെ അത് പ്രത്യേകം സുന്നത്തുണ്ട് പറയാൻ നമുക്ക് വകുപ്പില്ല എന്നത്രം.
അല്ലാഹു അലം. പിന്നെ 1291 വകദാലിക ലാ യുശ്റഉ ഹാദൻ നിദാഉ ലിൽ ഇസ്തിസ്ഖാ. ഇപ്പോൾ തറാവീഹ് പറഞ്ഞു, ജനാസ പറഞ്ഞു, ഈദ് പറഞ്ഞു. എങ്ങനെ അത് വേറെ. ഇവിടെ ഇത് സുന്നത്തുള്ളതാണ്. മൈദിസ്കാരത്തെ അസ്വാദ് ജാമ്യം പറയലുണ്ടോ? ഇല്ല. അതാണ് ഇപ്പോഴത്തെ ചർച്ച. മറ്റേ മയ്യത്ത് മരണപീഠം വിളിച്ചറിയിക്കുക എന്നുള്ളത് മറ്റൊരു വിഷയം. അതൊന്നും പ്രശ്നമില്ല, അതൊരു സ്വാഭാവികമായ അറിയിപ്പ്. പക്ഷെ അത് വിലക്കപ്പെട്ട മരണവാർത്ത അറിയിക്കുക എന്ന വകുപ്പിലേക്കാണെങ്കിൽ മൊത്തത്തിൽ പാടില്ല. വകദാലിക അപ്രകാരം തന്നെ ലാ യുശ്റഉ നിയമമാക്കപ്പെടുക ഇല്ല ഹാദൻ നിദാഉ ഈ വിളി ദിൽ ഇസ്തിസ്ഖാഇ മഴയത്തുള്ള നിസ്കാരത്തിനും ഈ വിളി നിയമമാക്കപ്പെട്ടതല്ല. അവിടെയും അസ്വത്ത് ജാമ്യന്നില്ല. ലിഅന്ന ഹാദാ ഹുവ ളാഹിറുസ് സുന്ന. കാരണം ഇതാണ് സുന്നത്തിലെ പ്രത്യക്ഷമായ ആശയം. സുന്നത്ത് പ്രകാരം ലാഹിറായി കിട്ടുന്നത് ഈ വിളി ഇല്ല എന്നാണ്. അവിടെയും ഷാഫി മദ്ഹബിൽ ഈ വിളി ഉണ്ട്. ഹൈസു ലം യുൻഖൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അന്നഹു നൂദിയ ലഹാ ഫി അഹദിൻ നുബുവ്വ നുബുവ്വത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്തിസ്ഖാഇന് വേണ്ടി അസ്ലാത്തു ജാമ എന്ന് വിളിക്കപ്പെട്ടുവെന്ന് ഉദ്ധരിക്കപ്പെടുന്നില്ല. വലൗ നൂദിയ ലഹാ അന്ന് വിളിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ലനുഖില അത് ഉദ്ധരിക്കപ്പെടുമായിരുന്നു. അന്നവർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ, മഴയത്തെ നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കത് തെളിവ് കാണാത്തതാണ് എന്ന് പറയാം. എന്നാൽ നിസ്കാരം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഈ വിളിക്കപ്പെട്ടു എന്നിവിടെയും ഉദ്ധരിക്കപ്പെടുന്നില്ല. അപ്പം അന്ന് ഉദ്ധരിക്കപ്പെടാതിരുന്നൂടെ സാധ്യതയുണ്ട്. പക്ഷെ വിളിക്കപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും അത് ഉദ്ധരിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഉദ്ധരിക്കപ്പെടാത്തതിനാൽ അതും ഇല്ല എന്നാണ് സുന്നത്തിനെ ലാഹിർ എന്ന് പറയാം. വഖിയാസൻ അലൽ ഈദ് അതോടൊപ്പം ഈദിനോട് ഖിയാസാക്കുകയും ഈദിനില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം എന്നപ്പോൾ ഇതിനും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉണ്ടെങ്കിൽ തെളിവ് വേണം. അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ലതാനും. അതുകൊണ്ട് അസ്ലാത്തു ജാമിഅ എന്ന് നബിയുടെ ചെയ്തി കൊണ്ട് സ്വഹാബത്തെ ചെയ്തി കൊണ്ട് തെളിയിക്കപ്പെട്ടത് ഗ്രഹണ നിസ്കാരത്തിൽ മാത്രമാണ്. ഈദിനും അതേപോലെ ഇസ്തിസ്ഖായിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഒന്ന് ദുർബലമായ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ്, രണ്ട് ഗ്രഹണത്തിനോട് ഖിയാസാക്കിക്കൊണ്ടുമാണ്. അത് രണ്ടും അല്ലാതെ നബിതങ്ങൾ ഈ ഇസ്തിസ്ഖായിനോ പെരുന്നാളിനോ അസ്ലാത്തു ജാമിഅ എന്ന് വിളിച്ചു എന്ന് സ്വഹിയായ ഒരു തെളിവ് വന്നിട്ടില്ല. അല്ലാഹു അഅലം. ഇനി അൽ ഫസ്ലു സാമിൻ 8ാമത്തെ ഉപാധ്യായം. അൽ അദാനു വൽ ഇഖാമത്തു ലിൽ മുസാഫിരി വൽ മുൻഫരിദി. ബാങ്ങും ഇഖാമത്തും ലിൽ മുസാഫിർ യാത്രക്കാരന്, വൽ മുൻഫരിദി ഒറ്റക്ക് നിസ്കരിക്കുന്നവനും. ജമാഅത്തിന് നമ്മൾ പറഞ്ഞു, ജുമുഅന്റെ പറഞ്ഞു, 5 വക്തൊക്കെ പറഞ്ഞു. ഇതിലോ ഒറ്റക്ക് നിസ്കരിക്കുന്നു, വീട്ടിലോ അല്ലാത്തടത്തൊക്കെ ഒറ്റക്ക് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ യാത്രയിലാണ് എങ്കിൽ അവർക്ക് ബാങ്ങും ഇഖാമത്തും പ്രത്യേകമായ സുന്നത്തുണ്ടോ ഇല്ല, എന്താണ് അതിൻ്റെ ഹുക്മ്? അതാണ് ഇനിയുള്ള ചർച്ച. 1292ാമത്തെ മസ്അല. യുസ്തഹബുൽ അദാനു വൽ ഇഖാമത്തു ലിൽ മുസാഫിരീൻ. യാത്രക്കാർക്കും ബാങ്ങും ഇഖാമത്തും സുന്നത്താണ്. വഹാദാ മുജ്മഉൻ അലൈഹി. അതിൽ ഇജ്മാ ഉണ്ട്, സുന്നത്താണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. ലിഫഇലിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി അറഫ വ മുസ്ദലിഫ. അറഫയിലും മുസ്ദലിഫയിലും നബി തങ്ങൾ ബാങ്ങും ഇഖാമത്തും വിളിച്ചു. അപ്പോൾ നബി യാത്രക്കാരനായിരുന്നു, മദീനയിൽ നിന്നാണ് നബി തങ്ങൾ ഹജ്ജിന് വന്നത്. ആ സമയത്തും നബി തങ്ങൾ അറഫയിൽ വെച്ച് ബാങ്ങും ഇഖാമത്തും വിളിച്ചു എന്ന് വന്നു. അതുകൊണ്ട് തന്നെ അത് തെളിവായി. ഒരു ഫിഇലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഫിഇലും തെളിവാണ്. ലമ്മാ നാമ ഫി സഫരി അൻ സ്വലാത്തിൽ ഫജ്രി ഹത്താ തലുഅത്തി ശംസു. ഒരിക്കൽ യാത്രയിൽ നബിതങ്ങൾ ഉറങ്ങിപ്പോയി, യാത്രാമധ്യേ നബിതങ്ങൾ ഉറങ്ങിപ്പോയി. അങ്ങനെ സൂര്യൻ ഉദിച്ചപ്പോഴാണ് നബിതങ്ങൾ ഉണർന്നത്. ആ സമയത്തും നബിതങ്ങൾ അവിടെ ബാങ്ങും ഇഖാമത്തും വിളിച്ചു എന്ന് പ്രത്യേകമായി വന്നു. അപ്പോൾ അത് യാത്രയിലായിരുന്നു. അപ്പോൾ ആ യാത്രയിൽ നബി ചെയ്തു. അതുകൊണ്ട് യാത്രക്കാരനും ബാങ്ങും ഇഖാമത്തും സുന്നത്താണ് എന്ന് ആ ചെയ്തിയിൽ നിന്ന് മനസ്സിലാക്കാം. വലം യകുന വാജിബൈനി, എന്നാൽ വാജിബല്ല. അപ്പം നബി ചെയ്തല്ലോ, വാജിബായി കൂടെ ന്യായം പറയാലോ. വാജിബല്ല. എന്തുകൊണ്ട്? ലിഅന്ന സ്വലാത്തൽ ജമാഅത്തി
ഗൈറു വാജിബത്തുൽ മുസാഫിരീൻ. യാത്രക്കാർക്ക് ജമാഅത്ത് നിസ്കാരം തന്നെ വാജിബല്ല. ജമാഅത്ത് നിസ്കാരം വാജിബല്ല. ജമ്മും കസ്റാക്കാനൊക്കെ അനുവാദമുണ്ട്. എങ്കിൽ പിന്നെ ആ നിസ്കാരത്തിലേക്കുള്ള വിളിയോ അതേതായാലും വാജിബല്ല. നിസ്കാരം വാജിബില്ലെങ്കിൽ ഹയ്യ അലസ് സ്വലാ എന്നതാലും വിളിക്കൽ നിർബന്ധമില്ല. അതുകൊണ്ട് ആ ബാങ്കും ഇഖാമത്തും യാത്രക്കാർക്ക് നിർബന്ധമില്ല, എന്നാൽ അവർക്ക് സുന്നത്താകുന്നു. യുസ്തഹബുൽ അദാനു വൽ ഇഖാമ, ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ലി മുസല്ലിൻ വഹ്ദഹു, ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾക്കും ബാങ്കും ഇഖാമത്തും സുന്നത്താകുന്നു. ഫീ ഹദരിൻ ഔ സഫരിൻ ഔ ബരിയത്തിൻ, നാട്ടിൽ വെച്ചോ യാത്രയിൽ വെച്ചോ ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ചോ ഒക്കെ ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ അവിടെയും ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾക്കും ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ഇദാ കാന ഫീ മൗദിഇൻ ലം യുഅദ്ദൻ ഫീഹി, ബാങ്ക് വിളിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ, ഔദ്യോഗിക ബാങ്കുകൾ വിളിച്ചിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട്, എങ്കിൽ പിന്നെ അയാൾക്ക് സുന്നത്തില്ല. അതൊന്നുമല്ലാത്ത സ്ഥലത്താണ് എങ്കിൽ അയാൾക്ക് അവിടെ ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. ലിമാ റവൽ ബുഖാരിയു അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഇല്ല, വിദഗ്ധവുല, അനുവദനീയമാണ്. അയാൾക്ക് പ്രത്യേകം സുന്നത്തില്ല എന്നേ ഉള്ളൂ. ഒരു ദിക്റിനെ ഉരുട്ടും, അത് എനിക്ക് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ലിമാ റവൽ ബുഖാരിയു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് തെളിവ്. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്നഹു ഖാല ലിബ്ന അബീ സുഅയ്സഅ അൽ മാസിനി, ഇബ്നു അബീ സുഅയ്സയോട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നി അറാക തുഹിബ്ബുൽ ഗനമ വൽ ബാദിയ. നബി തങ്ങൾ ഇബ്നു അബീ സുഅയ്സയോട് പറഞ്ഞു, നിനക്ക് ആടുകളും അതേപോലെ ഈ മേച്ചിൽപ്പുറങ്ങളുമൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ആട്ടിൻപറ്റവുമായി അങ്ങനെ ആട് മേയ്ക്കാൻ പോകും. അങ്ങനെ ഏതെങ്കിലും ഒരു കാലി സ്ഥലത്തൊക്കെ പോയിട്ട് അങ്ങനെ ആടുകളെയും മേച്ച് അദ്ദേഹം അങ്ങനെ കഴിച്ചു കൂട്ടാറുണ്ട്. അപ്പം നിനക്കിങ്ങനെ ആടും അതേപോലെ ഈ ഒറ്റപ്പെട്ട ആൾ താമസമില്ലാത്ത വിജന പ്രദേശങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് ഫൈദാ കുന്ത ഫീ ഗനമിക ഔ ബാദിയതിക ഫർഫഅ സൗതക ബിന്നിദാ, നീ അങ്ങനെ ആടുകളുമായി പോയി അങ്ങനത്തെ ഒരു വിജനമായ സ്ഥലത്തൊക്കെ ആണെങ്കിൽ നീ ഉറക്കെ ബാങ്ക് പിടിക്കുക. നിസ്കരിക്കാൻ സമയമാകുമ്പോൾ നീ ഉറക്കെ ബാങ്ക് പിടിക്കുക. ഫഇന്നഹു ലാ യസ്മഉ മദാ സൗത്തിൽ മുഅദ്ദിനി, കാരണം ബാങ്ക് വിളിക്കുന്നവൻ്റെ ബാങ്കിൻ്റെ ആ പ്രതിധ്വനി അത് കേൾക്കുന്നവരെല്ലാം ആര്, മിൻ ജിന്നുൻ വലാ ഇൻസുൻ വലാ ശൈഉൻ, ജിന്നാവട്ടെ ഇൻസാവട്ടെ മറ്റു വല്ലതുമാകട്ടെ, ആ ബാങ്കിൻ്റെ പ്രതിധ്വനി ആരൊക്കെ കേൾക്കുന്നുവോ അവരൊക്കെ ഇല്ലാ ഷഹീദ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് അവന് വേണ്ടി സാക്ഷി നിൽക്കാതിരിക്കുകയില്ല എന്ന് ഇബ്നു അബീ സുഅയ്സയോട് അബൂ സഈദ് അൽ ഖുദ്രി പറയാൻ, നബിയല്ല, അബൂ സഈദ് അൽ ഖുദ്രി പറയുകയാണ്. അങ്ങനെ ഖാല അബൂ സഈദ്, എന്നിട്ട് അബൂ സഈദ് ശേഷം പറഞ്ഞു, സമിഅ്തുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞാൻ നബിയിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവ സ്വന്തമായി പറഞ്ഞതല്ല, അദ്ദേഹം സ്വന്തം പറഞ്ഞതല്ല, നബി അബൂ സഈദിന് കൊടുത്തൊരു ഉപദേശം. അത് അബൂ സഈദ് ഇബ്നു അബീ സുഅയ്സയ്ക്ക് അതേപോലെ പിന്നീട് പറഞ്ഞു കൊടുക്കുന്നു, പ്രത്യേകം പറയുകയും ചെയ്തു, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അതാണ് തെളിവ്. അപ്പം ഇവിടെ ആരുമില്ല നിസ്കരിക്കാൻ, അദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ ആടുംപറ്റവുമായി പോകുമ്പോൾ മല കയറി പോകുന്ന സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും കൂടെ നിസ്കരിക്കാനോ ജമാഅത്താവാനോ ഒന്നുമില്ല. എന്നിട്ടും അവിടെ നബി തങ്ങൾ കൊടുത്ത നിർദ്ദേശം, ഇവിടെ ബാങ്ക് പിടിക്കുക, നിസ്കരിക്കാൻ ആരും വരാണ്ടായിട്ടല്ല, ആ ബാങ്ക് കേൾക്കുന്ന മനുഷ്യന്മാരും ജിന്നുകളും മറ്റുള്ളവയെല്ലാം അവന് വേണ്ടി ഖിയാമത്ത് നാളിൽ സാക്ഷി നിൽക്കും. അപ്പം ഈ ബാങ്ക് കിട്ടുമ്പോൾ ആരാ വരാനുള്ളത്? ആരും നിസ്കരിക്കാൻ വരാഞ്ഞല്ലോ എന്ന് വിചാരിക്കേണ്ട. അപ്പം നിസ്കരിക്കാൻ വരാമെന്ന ഉദ്ദേശം മാത്രമല്ല, ഇത് ദിക്ർ കൂടിയാണ്. ആ നിലയ്ക്കുള്ള ഒരു പ്രതിഫലം കൂടി അതിലുണ്ട്. മാത്രവുമല്ല, വലിമാ സബത അൻ അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന മറ്റു സംഭവം തെളിവാണ്. അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു, അയ്യുമാ റജുലിൻ ഖറജ ഇലാ അർദിൻ, അയ്യുമാ റജു, ഏതൊരു മനുഷ്യനും, ഖറജ ഇലാ അർദിൻ, ഒരു നാട്ടിലേക്ക് പുറപ്പെട്ടു, ഫഹദറത്തി സ്വലാ, അങ്ങനെ നിസ്കാരത്തിന് സമയമായി. ഒരാൾ ഒരു യാത്ര, ഒരു പ്രദേശത്തേക്ക് യാത്ര പോവാണ്. അങ്ങനെ ആ യാത്രാമധ്യേ അയാൾക്ക് നിസ്കരിക്കേണ്ട സമയമായി എങ്കിൽ ഫല്യതഖയ്യർ
അത്യബൽ ബുഖാഇ വഅൻളഫഹ, ഏറ്റവും ശുദ്ധിയുള്ളതും ഏറ്റവും നല്ലതുമായ സ്ഥലം അയാൾ തിരഞ്ഞെടുക്കട്ടെ. ആ സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്ഥലം, ശുദ്ധിയുള്ള സ്ഥലം അയാൾ തിരഞ്ഞെടുക്കട്ടെ. ഫഇന്ന കുല്ല ബുഖഅത്തിൻ യജിബു അൻ യുദ്കറല്ലാഹു ഫീഹാ, എല്ലാ പ്രദേശത്തും അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് വാജിബാണ്. എവിടെയാണെങ്കിലും അല്ലാഹുവിനെ സ്മരിക്കുക അത് നിർബന്ധമുള്ള കാര്യമാണ്. ഫഇൻ ശാഅ അദ്ദന വഅഖാമ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ബാങ്ക് വിളിച്ചോട്ടെ, ഇഖാമത്തും വിളിച്ചോട്ടെ. അപ്പം നിർബന്ധമാണെങ്കിൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്ന് പറയില്ല. അപ്പം നിർബന്ധമില്ല എന്ന സൂചനയാണ് ഫഇൻ ശാഅ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് ബാങ്കും ഇഖാമത്തും വിളിക്കട്ടെ. വഇൻ ശാഅ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അഖാമ, ഇഖാമത്ത് മാത്രം വിളിക്കട്ടെ. വസല്ല, എന്നിട്ട് അവൻ നിസ്കരിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ഒന്നുകിൽ ബാങ്കും ഇഖാമത്തും വിളിച്ചോട്ടെ, ഞാൻ അതല്ല, ആ ഉദ്ദേശമില്ല, ഈ ഇഖാമത്ത് വിളിച്ച് അവൻ നിസ്കരിച്ചോട്ടെ എന്ന് അലിഹു പറയുന്നു. അപ്പം അതിൽ നിന്നും മനസ്സിലാക്കാൻ ഒറ്റയ്ക്കാണെങ്കിലും യാത്രയിലാണെങ്കിലും ഇനി സമീപത്ത് ആരുമില്ല കേൾക്കാൻ, എന്നാലും ബാങ്കും ഇഖാമത്തും അയാൾക്ക് സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. വലിമാ സബത്ത, ഇനിയും തെളിവുണ്ട്. ഇത് മാത്രമല്ല, പണ്ട് സംഭവമായി. ഒന്ന് അബൂ സഈദ് ഖുദ്രി പറഞ്ഞത്, രണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞത്. ഇനി വലിമാ സബത്ത സൽമാൻ റളിയല്ലാഹു അൻഹു, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതും തെളിവാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, മൻ കാന ബി അർളി ഫലാത്തിൻ, ആരെങ്കിലും ഒരു വിജനമായ സ്ഥലത്താണെങ്കിൽ ഫതവല്ലഅ, അയാൾ വുളൂ ചെയ്തു, വനാദാ ബിസ്സലാ, നിസ്കാരത്തെ അയാൾ വിളിച്ചു, സുമ്മ അഖാമ, പിന്നെ ഇഖാമത്ത് വിളിച്ചു, വസല്ല, അവൻ നിസ്കരിക്കുകയും ചെയ്തു. എങ്കിൽ ഒരു വിജനമായ സ്ഥലം ആരുമില്ല, നിസ്കാര സമയമായി, അയാൾ വുളൂ ചെയ്യുന്നു, ബാങ്ക് വിളിക്കുന്നു, ഇഖാമത്ത് വിളിക്കുന്നു, ശേഷം അയാൾ നിസ്കരിക്കുന്നു, എങ്കിൽ സ്വല്ലാ ഖൽഫഹു, അവൻ്റെ പിറകിൽ നിസ്കരിക്കും, മിൻ ജുനൂദില്ലാഹി വഖൽഖിഹി, അല്ലാഹുവിൻ്റെ സൈന്യങ്ങൾ, അവൻ്റെ സൃഷ്ടികൾ അവൻ്റെ പിറകിൽ നിസ്കരിക്കും. മാലാ യറാ തുറഫാഹു, അവൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത റബ്ബിൻ്റെ സൈന്യങ്ങൾ പലരും അവൻ്റെ പിറകിൽ നിസ്കരിക്കും. മലക്കുകളുണ്ടാവാം, ജിന്നുകളുണ്ടാവാം, ഇനി മറ്റു വലുതും ഉണ്ടാകാം. അവൻ കാണാത്ത റബ്ബിൻ്റെ പടപ്പുകൾ, അവൻ്റെ സൈന്യങ്ങൾ പലരും അവൻ്റെ പിറകിൽ നിസ്കരിക്കും എന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്, ഇബ്നു അബീ ശൈബ എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഉദ്ധരണിയാണിത്. സ്വഹീഹായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വലഹു ഹുക്മു റഫ്ഇ, ഇതിന് മർഫൂഇന്റെ ഹുക്മാകുന്നു. ഒരു സ്വഹാബിൻ്റെ വാക്കാണ്, സ്വഹാബിയുടെ വാക്ക് ആണെങ്കിലും നബിതങ്ങൾ പറഞ്ഞതിൻ്റെ ഹുക്മ ഇതിനുണ്ട്. അതാണ് മർഫൂഇന്റെ ഹുക്മ പറഞ്ഞത്. വലഹു ഹുക്മു റഫ്ഇ എന്നാൽ സ്വഹാബിമാർ പറഞ്ഞാൽ അതിന് മൗഖൂഫ് എന്നാ പറയാം. മുമ്പ് ബോർഡ് എഴുതി പഠിപ്പിച്ചാണ്. സ്വഹാബത്തിൻ്റെ വാക്കിന് മൗഖൂഫ് എന്ന് പറയും. നബിയിലേക്ക് എത്തിയാൽ മർഫൂ എന്ന് പറയും. മർഫൂ, നബി പറഞ്ഞു, നബി ചെയ്തു, നബി അംഗീകരിച്ചതാണ് ഈ മർഫൂ എന്ന് പറയും. കേട്ടില്ല? അസറില്ലാത്തതും പറയാം, നബി പറഞ്ഞതിനും അല്ലാത്തതൊക്കെ ആസാർ എന്ന് പൊതുവായി പറയാം. എന്നാൽ ഹദീസ് മർഫൂ, ഹദീസ് മൗഖൂഫ് എന്ന് പറയും. മൗഖൂഫ് എന്ന് പറയും സ്വഹാബി പറഞ്ഞു, സ്വഹാബി പ്രവർത്തിച്ചു എന്നാണെങ്കിൽ മൗഖൂഫ് എന്നാണ് പറയുക. എന്നാൽ സ്വഹാബിമാരുടെ വാക്ക് ചിലത് മൗഖൂഫ് ആണെങ്കിലും മർഫൂഇന്റെ വിധി ഉണ്ടാകും. അത് രണ്ട് കാരണമാണ്. ഒന്ന്, ഗവേഷണം ചെയ്തും ചിന്തിച്ചും പറയാൻ വകുപ്പില്ലാത്ത കാര്യമാണെങ്കിൽ, ഇത് ഭയപ്പെട്ട കാര്യമാണ്. ഒരാൾ ഇങ്ങനെ ചെയ്ത അയാളുടെ പിറകിൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നിസ്കരിക്കും എന്ന് ഒരാൾക്ക് ആലോചിച്ചതാക്കി പറയാൻ പറ്റിയ കാര്യമല്ല. അപ്പം അത്തരമൊരു കാര്യം സ്വഹാബി പറഞ്ഞാൽ അതിനർത്ഥം ആ സ്വഹാബിക്ക് നബിയിൽ നിന്ന് കിട്ടിയ പാഠമാണ് എന്നാണ്. എന്നാൽ നബി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലതാനും. നബി പറഞ്ഞെന്ന് പറഞ്ഞാൽ പിന്നെ മർഫൂആയി, ഹദീസിന് ഹുക്മായി. അപ്പോൾ ഇവിടെ മർഫൂ അല്ല, എന്നാൽ മർഫൂഇന്റെ ഹുക്മുണ്ടാകും. അതാണ്. അപ്പം ഇതിന് വലഹു ഹുക്മു റഫ്ഇ, ഈ സ്വഹാബിൻ്റെ ഈ വാക്കിന് മർഫൂഇന്റെ ഹുക്മുണ്ട്. വൈദാക്കാന യുരീദു സ്വലാ, ഇനി വൈദാക്കാന യുരീദു, അയാൾ ഉദ്ദേശിക്കുന്ന സ്വലാ നിസ്കരിക്കാൻ, ഫീ മൗദിഇൻ ഖദ് സുല്ലിയ ഫീഹി, നിസ്കാരം കഴിഞ്ഞ സ്ഥലത്താണ് അയാൾ ഒറ്റ നിസ്കരിക്കുന്നത്. നമ്മൾ പള്ളിയിൽ വന്നു, ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞു, അവിടെ ബാങ്കും വിളിച്ചിട്ടുണ്ട്, ഇഖാമത്തും വിളിച്ചിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്, അവിടെ നമ്മൾ ഒറ്റ നിസ്കരിക്കുകയാണ് എങ്കിൽ അവിടെ അവൻ ചെയ്യേണ്ടത്
ഇസ്തഹബ്ബ ലഹു അവൻ സുന്നത്താണ് അൽ ഇഖാമ ഇഖാമത്ത് ദൂനൽ അദാൻ. അവ ബാങ്ക് അവന് സുന്നത്തില്ല. കാരണം ബാങ്ക് അവിടെ കൊടുത്തു കഴിഞ്ഞു, ആ ലക്ഷ്യം പൂർത്തിയായി. ഇനി അവൻ നിസ്കാരം ആരംഭിക്കുകയാണെന്ന് ഒരു ഇഖാമത്ത് വിളിക്കാം, കൂടെ ആരുമില്ലെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്നത്. എന്നാലും ഇഖാമത്ത് വിളിച്ച് നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇഖാമത്ത് വിളിച്ചില്ലെങ്കിലോ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, ആ ഇഖാമത്തിൻ്റെ കൂലി ഓന് നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. വലാ യജിബുൽ അദാനു വൽ ഇഖാമ, എന്നാൽ ഭാഗം ഇഖാമത്ത് നിർബന്ധമാവുക ഇല്ല. അതിൽ മുൻഫരിദി ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഭാഗം ഇഖാമത്തും നിർബന്ധമില്ല. ഫി ജമീഇൽ അഹ്വാൽ, ഏത് അവസ്ഥയിലും ഒരവസ്ഥയിലും നിസ്കരിച്ച സ്ഥലമോ നിസ്കരിക്കാത്ത സ്ഥലമോ ഒറ്റപ്പെട്ട സ്ഥലമോ വിജനപ്രദേശമോ എവിടെയാണെങ്കിലും ഭാഗം ഇഖാമത്തും നിർബന്ധമുണ്ടോ? ഇല്ല. ബി ഇജ്മാഇ ആമ്മത്തി അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ പൊതുവെയുള്ള പണ്ഡിതന്മാരുടെ ഇജ്മാ പ്രകാരം. ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അർത്ഥം, അതാണ് അങ്ങനെ പറഞ്ഞത്. ഇജ്മാഇ ആമ്മത്തി അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിൻ്റെ അറിവുള്ളവരിൽ പൊതുവെയുള്ളവരുടെ ഇജ്മാ പ്രകാരം അങ്ങനെയാണ്. ലിഅദമി ദലീലി അലൽ വുജൂബ്, കാരണം നിർബന്ധമാണെന്ന് പറയാൻ തെളിവൊന്നുമില്ല. നിർബന്ധമാണെന്ന് പറയാൻ തെളിവില്ല, അതുകൊണ്ട് നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കാം. അതോടെ ആ ഭാഗം അവിടെ കഴിഞ്ഞു. ഇനി 9ാമത്തെ ഫസ്ലു താസിർ, അതാണ് പോലെ ഇഖാമ എന്ന ബാബിലെ 9ാമത്തെ ഉപാധ്യായം. ഭാഗം നിസ്കാരം, അധ്യായം ഭാഗം ഇഖാമത്ത്, അതിലെ ഉപാധ്യായമാണ് 9ാമത്തെ ഉപാധ്യായം. അൽ അദാനു വൽ ഇഖാമത്തു ലിന്നിസാഇ, സ്ത്രീകൾക്ക് ഭാഗം ഇഖാമത്തിൻ്റെയും വിധി എന്ത്? 1294ാമത്തെ മസ്അല. യുബാഹു അൻ തുഅല്ലിനൽ മർഅതു വതുഖീമ ലിനഫ്സിഹാ വലിന്നിസാ. യുബാഹു അനുവദനീയമാണ്. അൻ തുഅല്ലിനൽ മർഅ, ഒരു പെണ്ണ് ബാങ്ക് വിളിക്കൽ അനുവദനീയമാണ്. വതുഖീമ, ഇഖാമത്ത് വിളിക്കലും ലിനഫ്സിഹ, അവൾക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി. ഓൾ നിസ്കരിക്കുമ്പോൾ അവൾക്ക് വേണ്ടി ബാങ്ക് ഇഖാമത്ത് വിളിച്ച് നിസ്കരിച്ചു, അനുവദനീയമാണ്. വലിന്നിസായി, സ്ത്രീകൾക്ക് വേണ്ടിയും. കുറച്ച് സ്ത്രീകൾ മാത്രം ജമാഅത്തായി നിസ്കരിക്കുന്നു, 8 or 10 സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കുകയാണ് എങ്കിൽ അവിടെ ഒരു പെണ്ണ് ഇഖാമത്ത് വിളിച്ചു, അനുവദനീയമാണ്. ലിഅന്നഹു ദിക്റുൻ, കാരണം അത് ദിക്റാകുന്നു. ബാങ്ക് ഇഖാമത്ത് എന്നുള്ളത് ഒരു ദിക്റാണ്, ആ നിലക്ക് അവർക്കത് അനുവദനീയമാണ്. എന്നാൽ വഹുമാ, അത് രണ്ടും വൈറു വാജിബൈനി, വാജിബല്ല. അലന്നിസാഇ, സ്ത്രീകൾക്ക് നിർബന്ധമില്ല. ബി ഇജ്മാഇ അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്, നിർബന്ധമില്ല എന്നതിൽ. അപ്പം 2 കാര്യം, ഒന്ന് അനുവദനീയമാണ്, 2 നിർബന്ധമുണ്ടോ? ഇല്ല, അത് ഇജ്മാ ഉണ്ട്. ലിഅന്നഹു ലം യരിദ് അംറുൻ ലഹുന്ന ബിദാലിക, കാരണം അവരോട് അതിനുള്ള കൽപ്പന വന്നിട്ടില്ല. നിർബന്ധമാണ് പറയണമെങ്കിൽ കൽപ്പന വരണം, ആ കൽപ്പന വന്നിട്ടില്ല. നിർബന്ധമാണെന്ന് പ്രത്യേക കൽപ്പന ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അവർക്ക് നിർബന്ധമില്ല. വലിമാ റുവിയ അൻ ഇബ്നു ഉമറിൻ ഖാല, ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും തെളിവാണ്. ഇബ്നു ഉമർ പറഞ്ഞു, ലൈസ അലൻ നിസാഇ അദാനും വലാ ഇഖാമ, സ്ത്രീകളെ മേൽ ബാങ്കും ഇഖാമത്തും ബാധ്യതയില്ല എന്ന് ഇബ്നു ഉമർ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട്. അതും അതിന് തെളിവാണ്. ഇബ്നു ഉമറിൻ്റെ ആ റിവായത്ത് സ്വഹീഹാണ് എന്നും അല്ല എന്നുമൊക്കെ പഴയ കാലഘട്ടത്തിൽ തന്നെ പണ്ഡിതന്മാർക്ക് വീക്ഷണ വ്യത്യാസമുണ്ട്. ഇബ്നു അസ്ഖലാനി റഹിമഹുല്ല അത് സ്വഹീഹാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ അത്തൽഖീസുൽ ഹബീർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതുപ്രകാരം നമുക്ക് സ്വീകാര്യമാണ് എന്ന് പൊതുവെ പറയാം. അപ്പം അത് അനുസരിച്ചാണ് സ്ത്രീകൾക്ക് ബാങ്കും ഇഖാമത്തും ബാധ്യതയില്ല. ലൈസ അലൻ നിസാന, സ്ത്രീകളെ മേൽ കടമയില്ല ബാങ്കും ഇഖാമത്തും എന്ന് ഇബ്നു ഉമർ ലനു പറയുന്നു. മാത്രമല്ല ആയിഷ പറഞ്ഞതായി ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം, കുന്നാ നുസല്ലി ബിഗൈരി ഇഖാമ, ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നു ബിഗൈരി ഇഖാമ, ഇഖാമത്തില്ലാതെ ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ പറഞ്ഞത് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിർബന്ധമോ പ്രത്യേകിച്ച് അങ്ങനെ ബാധ്യതയോ ഒന്നും ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ദിക്ർ എന്ന നിലയ്ക്ക് മറ്റു ദിക്റുകളെ പോലെ അവർക്കത് അനുവദനീയമാണ് എന്ന് പറയാം. എന്നാൽ യഹ്റുമു അലൻ നിസാഇ, സ്ത്രീകളെ മേൽ ഹറാമാകും അൽ അദാനു വൽ ഇഖാമ, ബാങ്കും ഇഖാമത്തും ഹറാമാകും ഇദാ കാന ബിറഫ്ഇ സൗത്തിൻ,
ശബ്ദം ഉച്ചത്തിലാക്കിക്കൊണ്ടാണ് എങ്കിൽ അത് ഹറാമാണ്. പള്ളിക്കുന്ന മൈക്കോണാക്കിയിട്ട് ഒരു പെണ്ണാണ് വാങ്ങിക്കൊടുത്തു എങ്കിൽ അത് ഹറാമാണ്. കാരണം അവിടെ ശബ്ദം അങ്ങനെ ഉറക്കെ ഉച്ചത്തിലാക്കാവുന്ന ശബ്ദമല്ല പെണ്ണിൻ്റെ ശബ്ദം. ബിഹൈസു യസ്മഉഹുന്ന റിജാൽ, സ്ത്രീ പുരുഷന്മാർ കേൾക്കുന്ന നിലക്ക് സ്ത്രീകൾ ഉറക്കെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് ബാങ്ക് ഇഖാമത്തും വിളിക്കുന്നത് എങ്കിൽ അത് ഹറാമാണ്. ലിഅന്നൽ മർഅ, കാരണം ഒരു പെണ്ണ് എന്നുള്ളത് യുഫ്തതനു ബിസിമാഇ സൗതിഹാ ഇദാ കാന മുർതഫിഅൻ വമുറത്തല, ഒരു പെണ്ണ് ഉറക്കെയും വളരെ തർത്തീലോടും കൂടി ഒരു ശബ്ദമുണ്ടാക്കുന്നുവെങ്കിൽ അത് ഫിത്നക്കുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. ഒരു പെണ്ണിൻ്റെ ശബ്ദം, ആണിനെ സംബന്ധിച്ച് ഒരു പെണ്ണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില താല്പര്യങ്ങൾ, വൈകാരികതകൾ അതിലുണ്ട്. പ്രത്യേകിച്ച് അതിൽ നല്ല ഈണത്തിലും ഭാവത്തിലുമൊക്കെ ഒരു പെണ്ണ് ഉറക്കെ ശബ്ദിക്കുന്നുവെങ്കിൽ അത് ശ്രദ്ധിക്കാനും അതിൻ്റെ വഴിയായി ചില ഫിത്നകൾ വരാനും ഒക്കെ കാരണമുണ്ട്. കമാ യുഫ്തതന ബിന്നത്രി ഇലാ മഹാസിനിഹാ, ഒരു പെണ്ണിൻ്റെ സൗന്ദര്യങ്ങളെ കണ്ട് ഫിത്ന ഉണ്ടാകുന്നത് പോലെ തന്നെ പെണ്ണിന് ശബ്ദം കേട്ടിട്ടും ഫിത്ന ഉണ്ടാവാൻ സാധ്യതകൾ ഉണ്ട്. അത്തരമൊരു സാധ്യത ഉള്ള സ്ത്രീക്ക് അങ്ങനത്തെ ബാങ്ക് ഇഖാമത്തുമൊക്കെ പെണ്ണിന് ഹറാമാണ് എന്നതും പൊതുവേ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഏതാണ്ടൊക്കെ ഏകോപിച്ച് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാവുന്നത്. അല്ലാഹു അഅലം. അപ്പം മൊത്തം പറഞ്ഞത് 3 ഉപാധ്യായങ്ങളായി പറഞ്ഞു. ഒന്ന് പെരുന്നാൾ, ഗ്രഹണം തുടങ്ങിയ നിസ്കാരങ്ങൾക്ക് ബാങ്കും ഇഖാമത്തും ഉണ്ടോ ഇല്ലേ, അതാണ് ഒന്ന് നമ്മൾ ചർച്ച ചെയ്തത്. മറ്റൊന്ന് യാത്രക്കാരനും ഒറ്റ നിസ്കരിക്കുന്നവർക്കും ബാങ്കും ഇഖാമത്തും ഉണ്ടോ ഇല്ലേ. 3 സ്ത്രീകളുടെ കാര്യത്തിൽ എന്താണ് അതിൻ്റെ വിധി, ഇതാണ് പ്രധാനമായും ചർച്ചകൾ വന്നത്. ഇനി അടുത്തത് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും വചനങ്ങളാണ്. ബാങ്ക് ഇപ്പം കൊടുക്കുന്ന ബാങ്ക് തന്നെയാണോ, ബാങ്ക് അതിൽ വലിയ വ്യത്യാസമുണ്ടോ എന്നതാണ് അടുത്ത അധ്യായത്തിൽ വരുന്നത്. അതുകൊണ്ട് വായിച്ചൂടെ അല്ലേ, സമയമുണ്ടല്ലോ. ജുമലുൽ അദാനി വൽ ഇഖാമത്തി വസിഫത്തുഹുമാ, ബാങ്കിനെയും ഇഖാമത്തിൻ്റെയും വാചകങ്ങൾ, ജുംലകൾ വസിഫത്തുഹുമാ, അത് രണ്ടിൻ്റെയും രൂപവും. അതാണ് അടുത്ത ചർച്ച. 1296 മസ്അല. അൽ അദാനു, ബാങ്ക് 15 കലിമ, 15 കലിമത്തുകൾ, 15 വാക്കുകളാണ് ബാങ്ക്. ഐ ജുംല, അതായത് ജുംല വാചകങ്ങൾ. കുല്ലുഹ മുകററ, എല്ലാം ആവർത്തിക്കപ്പെടുന്നതാണ്. അദാ അത്തഹ്ലീൽ ഫി ആഖിൽ അദാൻ, ബാങ്കിൻ്റെ അവസാനത്തിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിച്ച് ബാക്കിയെല്ലാം ആവർത്തിക്കപ്പെടുന്നതാണ്. അല്ലാഹു അക്ബർ ആവർത്തിക്കുന്നു, അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിക്കുന്നു, അതേപോലെ ഹയ്യ അലൽ സ്വലാഹ് ആവർത്തിക്കുന്നു. അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ആവർത്തിക്കുന്നില്ല, അല്ലാത്തതെല്ലാം ആവർത്തിച്ചു വരുന്നതാണ്. മൊത്തം 15 പദങ്ങൾ, 15 വാചകങ്ങളാണ് മൊത്തത്തിലുള്ളത്. ഫഹുവ മുഫ്രദുൻ, ആ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒറ്റയാണ്. വഹാദാ മുജ്മഉൻ അലൈഹി, അതിൽ ഇജ്മാ ഉണ്ട്. ബാങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പ്രാവശ്യമുള്ളൂ, ബാക്കിയെല്ലാം 2 പ്രാവശ്യമുണ്ട് എന്നതിൽ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം ഉണ്ട്. അവ്വലുഹ ജുംലത്തു അല്ലാഹു അക്ബർ, തുടക്കം അല്ലാഹു അക്ബർ എന്ന വാചകമാണ്. അതിനാണ് തുടങ്ങേണ്ടത്. അപ്പം ബാങ്ക് തുടങ്ങിയത് എങ്ങനെയാണ്? ഒരാൾ പശുരായവരുടെ ബാങ്ക് തുടങ്ങി, അല്ലാഹു അക്ബർ പിന്നെ കൊടുത്തു, അത് പറ്റില്ല. തുടക്കം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തെളിവെന്താണ്? ലിമാ റവാ അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ് തെളിവ്. ഖാല, അദ്ദേഹം പറയാണ്, ലമ്മാ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻ നാഖൂസി ലിയുദ്റബ ബിഹി ലിന്നാസി ഫിൽ ജംഇ ലിസ്സലാത്തി, അത് നബിതങ്ങളും സഹാബിമാരും ഒരിക്കൽ ഒരു മുഷാവറ നടന്നു. നിസ്കാരം ഫർലാക്കപ്പെട്ടതിന് ശേഷം ആദ്യകാലത്ത് ബാങ്കും ഇഖാമത്തും അല്ലാഹു തആല വഹയി നൽകിയിട്ടുണ്ടായിരുന്നില്ല. നിസ്കാരം ഫർലാക്കി, 5 നിസ്കാരം ഒരു ജമാഅത്ത് നിസ്കരിക്കാൻ തുടങ്ങി. പക്ഷെ ബാങ്കും ഇഖാമത്തും അന്ന് നിയമമാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും പള്ളിക്ക് വരാൻ ഒരു അറിയിപ്പിന് വഴിയൊന്നുമില്ല. പള്ളിക്ക് വരണല്ലോ, അപ്പം എങ്ങനെ ഇപ്പം സമയമായി എന്ന് അറിയാം, എങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടുക, അത് സംവിധാനമൊന്നുമില്ല. അപ്പം നബിയും സഹാബത്തോട് ചർച്ച ചെയ്തു, നമുക്ക് ആളുകൾക്ക് വിളിച്ചു കൂട്ടണമല്ലോ, എന്താണ് വഴി? അപ്പം അതിനും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ചില പറഞ്ഞു നമുക്കിങ്ങനെ പള്ളിൻ്റെ മേലെ ചൂട്ടെത്തിക്കാം നിസ്കാരത്തിന് സമയമാകുമ്പോൾ. അപ്പോൾ വെളിച്ചെണ്ണ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ആ നിസ്കരിക്കാനായിട്ടുണ്ട്, പള്ളിയിൽ പോവുക. അങ്ങനെ പല ചർച്ചകളും വന്നു. അപ്പോൾ അതിൽ ചെന്നപ്പോൾ നമുക്കൊരു ചെണ്ട മുട്ട, പ്രത്യേകമായ ചെണ്ട ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബാങ്കിൻ്റെ സമയമാകുമ്പോൾ, ബാങ്കില്ല നിസ്കാര സമയമാകുമ്പോൾ
നമുക്കങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ ആ ഒച്ച വയ്ക്കുമ്പോൾ എല്ലാം കൂടി പള്ളിക്ക്. അപ്പോൾ അത് ഏതാണ്ട് ഒരു ഇത്തിഫാക്കായി, അത് തിരക്കിടില്ല. അതാകുമ്പോൾ എല്ലാവർക്കും കേൾക്കുകയും ചെയ്യാം, ദൂരമുള്ളവനൊക്കെ അറിയുകയും ചെയ്യും. അങ്ങനെ ഏതാണ്ട് ഒരു ധാരണയാക്കി അങ്ങനെ ഒരു പിരിഞ്ഞു. ആ ചർച്ചയിൽ പങ്കെടുത്താലാണ് ഈ പറഞ്ഞ സ്വഹാബി അബ്ദുല്ലാഹിബിന് സെയ്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, അങ്ങനെ നബി ഞങ്ങൾ കൽപ്പിച്ചു ഒരു ചെണ്ട സംഘടിപ്പിക്കാൻ. നബി പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ ഒരു ചെണ്ട സംഘടിപ്പിക്കുക, അങ്ങനെ ചെണ്ട കിട്ടി നമുക്ക് ആ ചെണ്ട മുട്ടലാക്കാം എന്ന് ഒരു ധാരണയാക്കി. ഒരു ചെണ്ട എവിടുന്നേയും കിട്ടുന്ന പല ചിന്ത, എവിടുന്ന് അപ്പോൾ ചെണ്ട കിട്ടുക എന്നാണ് ഓലൊക്കെ ആലോചന. അത് കഴിഞ്ഞ് പോയി. അങ്ങനെ പോയപ്പോൾ അന്ന് ഉറക്കത്തിൽ ഇദ്ദേഹം സ്വപ്നം കാണുകയാണ്. അബ്ദുല്ലാഹി ബിൻ സെയ്ദ് പറയും, ഞാൻ ഉറങ്ങുമ്പോൾ ഒരാളിങ്ങനെ എൻ്റെ അടുത്തു കൂടെ ഇങ്ങനെ വരുന്നത് അദ്ദേഹം കാണുകയാണ്. അയാൾ ഒരു ചെണ്ടയും കൊണ്ടുവരുന്ന സ്വപ്നം കാണുകയാണ്. കാരണം സഹാബിയുടെ മനസ്സിൽ പതാണുള്ളത്. നബി ചർച്ച ചെയ്ത് നമുക്ക് ചെണ്ട സംഘടിപ്പിക്കാൻ തീരുമാനിച്ചാണല്ലോ. അപ്പോൾ സ്വാഭാവികം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം കണ്ട സ്വപ്നം അതാ, ഒരാളിങ്ങനെ ചെണ്ടയിട്ട് ഇങ്ങനെ വരുന്ന സ്വപ്നം കണ്ടു. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, യാ അബ്ദല്ലാ അത്തബിഉൻ നാഖൂസ. സ്വപ്നത്തിൽ ചോദിക്കുകയാണ്, എടോ ആ ചെണ്ട ബുക്ക് വെച്ച്. അപ്പം ഇയാൾ ചോദിച്ചു, മാ തസ്നഉ ബിഹി, എനിക്കെന്തിനാ ചെണ്ട ബുക്ക് വയ്ക്കുമ്പോൾ നീ എന്ത് ചെയ്യാനാണിത്? കാല, അപ്പം അബ്ദുള്ള പറയാ, ഫഖുൽതു, ഞാൻ പറഞ്ഞു, നദ്ഉ ബിഹി ഇലസ്സലാ, നിസ്കരിക്കാൻ ആളുകളെ കൂട്ടാനാണ്. അവിടെ ചെണ്ട ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എടുത്തോളാം, അതുകൊണ്ട് മുട്ടിയിട്ട് ഒച്ചുണ്ടാക്കിയിട്ട് ജനങ്ങളെ നിസ്കാരത്തേക്ക് വിളിക്കാനാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാല, അപ്പം ആ മനുഷ്യനോട് പറഞ്ഞു, അഫല അദുല്ലുക അലാ മാ ഹുവ ഖൈറും മിൻ ദാലിക, അതിനേക്കാൾ നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ചെണ്ട മുട്ടയാളെ വിളിക്കൊന്നും വേണ്ട, അതിനേക്കാൾ നല്ലൊരു വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. ഒക്കെ സ്വപ്നങ്ങളാണ്. കാല, അപ്പം അബ്ദുള്ള പറയാ, ഫഖുൽതു ലഹു ബല, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ മതി, ചെണ്ടനെ വേണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും പരിഹാരമായാൽ മതി. കാല, അപ്പോൾ ഇയാൾ പറയാണ്, തഖൂലു, നീ പറഞ്ഞോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പറഞ്ഞോ എന്ന് ഇയാൾ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു. സുമ്മ ഇസ്തഖറ ഗൈറ ബഈദിൻ, പിന്നെ അല്പം ഇങ്ങനെ വൈകി താമസിച്ചു. സുമ്മ ഖാല, എന്നിട്ട് അയാൾ വീണ്ടും പറഞ്ഞു എന്നോട്, തഖൂലു, നീ പറഞ്ഞോ, ഇദാ ഉഖീമത്തിസ് സ്വലാ, നിസ്കാരം നിർവഹിക്കപ്പെടാൻ പോകുമ്പോൾ നീ പറഞ്ഞോ, അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ് സ്വലാ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിസ്കാരം തുടങ്ങുമ്പോഴും നീ പറഞ്ഞതുപോലെ എന്തിനാപ്പം ചെണ്ട എന്ന് ഇയാൾ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് മൂപ്പര് ഉണർന്നു സ്വാഭാവികം. ഫലമ്മ അസ്ബഹതു, അങ്ങനെ നേരം പുലർന്നപ്പോൾ അത്തൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ അടുത്തേക്ക് ചെന്നു. കാരണം ഈ സ്വപ്നം അറിയിക്കണമല്ലോ. അപ്പം നേരം പുലർന്നപ്പോൾ ഞാൻ നേരെ നബിയുടെ അടുക്കൽ ചെന്നു. അങ്ങനെ ഫഅഖ്ബർതുഹു ബിമാ റഅയ്തു, ഞാൻ കണ്ട കഥയൊക്കെ നബിനോട് പറഞ്ഞു. നബി, ഞാൻ സ്വപ്നം കണ്ടു, ഒരാളിങ്ങനെ ചെണ്ടയുമായി വന്നു, ഞാനിങ്ങനെ ചോദിച്ചു, അപ്പം ഇങ്ങനെ പറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ അദ്ദേഹം നബിയോട് പോയിട്ട് പറഞ്ഞു. ഖാല ഫഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ലറുയാ ഹഖ്ഖിൻ ഇൻഷാ അല്ലാഹ്, ഇത് സത്യമായ സ്വപ്നമാകുന്നു, ഇത് കേവലം സ്വപ്നമല്ല, ഇത് സത്യമായ സ്വപ്നമാകുന്നു. അതുകൊണ്ട് ഫഖും മഅ ബിലാൽ, നീ ഒരു കാര്യം ചെയ്യ്, ബിലാലിൻ്റെ കൂടെ ചെല്ല്. ഫഅൽഖി അലൈഹി മാ റഅയ്ത, നീ സ്വപ്നത്തിൽ കണ്ട ആ വാചകങ്ങൾ നീ ബിലാലിനൊന്ന് പറഞ്ഞു കൊടുക്ക്. ഫൽയുഅദ്ദിൻ ബിഹി, ബിലാൽ അത് ഉറക്കെ വിളിച്ചു പറയട്ടെ. ഫഇന്നഹു അൻദാ സൗതം മിൻക, നിന്നേക്കാളും വലിയ ശബ്ദമുള്ള ആള് ബിലാലാണ്. അപ്പം നീ പറഞ്ഞ ഒരു പക്ഷെ അത്ര ദൂരേക്ക് എത്തൂല, ബിലാൽ എന്നെക്കാളും ശബ്ദമുണ്ട്. അവിടെ നീ കേട്ട സ്വപ്നത്തിലേക്ക് പറഞ്ഞ ആ വാചകങ്ങൾ നീ ബിലാലൊന്ന് പറഞ്ഞു കൊടുക്ക്, ബിലാലൊന്ന് ഉറക്കെ പ്രഖ്യാപിച്ചോട്ടെ. അതാണ് ആദ്യത്തെ ബാങ്ക്. അപ്പം നബിന് അംഗീകാരം കിട്ടി. ഒരു സ്വപ്നം മാത്രമല്ല, നബിയുടെ അംഗീകാരമായി, അതോടെ തിരി തെളിവായി മാറി. അങ്ങനെ കാല, അബ്ദുള്ള പറയാ, ഫഖുംതു മഅ ബിലാൽ, ഞാൻ ബിലാലിൻ്റെ കൂടെ ചെന്നു. അങ്ങനെ ഫജഅൽതു ഉൽഖീഹി അലൈഹി, ഞാൻ ബിലാലിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഈ വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. വയുഅദ്ദിനു ബിഹി, ബിലാൽ അതിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. കാല, അബ്ദുള്ള പറയാ, ഫസമിഅ ദാലിക ഉമർ ഖത്താബ്, ബിലാൽ വിളിച്ചു പറയുന്നത്
ഉമർ ഖത്താബ് കേട്ടു. ഓഹോ ഫീ ബൈത്തിഹി, ഉമർ ഖത്താബ് വീട്ടിലാണ്. ആ വീട്ടിൽ നിന്ന് ഉമർ ഖത്താബ് കേൾക്കുകയാണ് ഈ വിളി. ഫഖറജ, ഉമർ ഖത്താബ് പുറത്തേക്ക് വന്ന് യഖൂൽ, പറഞ്ഞുകൊണ്ട് വല്ലദീ ബഅസക ബിൽ ഹഖ്, പടച്ച റബ്ബാണ് സത്യം, ലഖദ് റഅയ്തു മിസ്ലല്ലദീ ഉരിയ, ഇതേ സംഗതി ഞാനും കണ്ടിരിക്കുന്നു എന്ന് ഉമർ ഖത്താബ് ഇതിൽ കേട്ടപ്പോൾ ആകെ അന്തം വിട്ടുപോയി. കാരണം ഉമർ ഖത്താബ് സ്വപ്നം കണ്ടിട്ടുണ്ട്, നബിയുടെ അടുത്ത് എത്തിയിട്ടില്ല പറയാൻ. അബ്ദുള്ള അപ്പോഴേക്ക് വന്നു, നബിയോട് പറഞ്ഞു, നബി അംഗീകരിച്ചു, ബിലാലിനെ ഏൽപ്പിച്ചു, ബിലാൽ വിളിച്ചു ബാങ്ക്. ഇത് കേക്ക് ഉമർ ഖത്താബ് വീട്ടിൽ നിന്ന്. ആ ഉമർ ഖത്താബ് ഓടി വരിക, നബി ഇത് ഞാൻ കണ്ട സ്വപ്നമാണല്ലോ, സത്യം, അള്ളാഹുവാണ് സത്യം, ഇത് ഞാനും കണ്ടിരിക്കുന്നു എന്ന് ഉമർ ഖത്താബ് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഫലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാവുന്നു സർവസ്തുതി. അപ്പോൾ അംഗീകാരം കൂടിയായി. അപ്പോൾ ഇത് കേവലം സ്വപ്നമല്ല, ഒരു സഹാബി മാത്രം കണ്ടല്ല, രണ്ടാൾ പറഞ്ഞു. അപ്പം ഇത് പടച്ച റബ്ബ് നമുക്ക് അറിയിച്ചു തന്നൊരു മാർഗം തന്നെയാകുന്നു എന്ന നിലയ്ക്ക് നബിതങ്ങൾ ലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നബിതങ്ങൾ പറഞ്ഞു. വയജിബു അലൽ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കുന്ന ആൾക്ക് നിർബന്ധമാണ് അൻ യഅതിയ ബിജുമലി ഹാദൽ അദാനി മുതവാലിയതൻ, ഈ വാചകങ്ങൾ തുടർച്ചയായി തന്നെ പറയൽ നിർബന്ധമാണ്. ദൂന ഫാസിലിൻ കബീരിൻ ബൈനഹ, വലിയ ഗ്യാപ്പുകൾ ഇല്ലാതെ. ഒരു കുറച്ച് ബാങ്ക് കൊടുത്ത് പിന്നെ ഓമാറ പല പണിക്കും പോയി പിന്നെ വന്നൊരു ബാങ്ക് ബാക്കി വിളിക്കുക അല്ല, തുടർച്ചയായി തന്നെ സ്വാഭാവികമായ ഇടവേളകളാവാം, ഒന്ന് ശ്വാസം വിടാൻ, ഒന്ന് കുരക്കാൻ, അതൊക്കെ ആവാം. അതല്ലാതെ വലിയ ഗ്യാപ്പില്ലാതെ തുടർച്ചയായി ചെയ്യൽ നിർബന്ധമാണ്. വയജിബ് അൻ തകുന മുതവാലിയതൻ, തുടർച്ചയാവൽ നിർബന്ധമാണ്. ലിഅന്ന ഹാദിഹി ഹിയ സിഫത്തു ശർഇയ്യ അൽ വാരിദതു ഫി സുന്നത്തിൽ അദാൻ, സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന ബാങ്കിൻ്റെ രൂപം അങ്ങനെയാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെ തുടർച്ചയായി തുടക്കം മുതൽ ഒടുക്കം വരെ തുടർച്ചയായി ഇടവേള ഇല്ലാതെ തന്നെ ആ ബാങ്ക് പൂർത്തിയായി കൊടുക്കലാണ് വാജിബായിട്ടുള്ളത്. അല്ല, അന്നത്തെ സാഹചര്യം അതാണ്. എന്തെങ്കിലും സംവിധാനം വേണം, ആളുകൾ വിളിച്ചു കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ സംവിധാനം വേണം. അപ്പോൾ പക്ഷെ അന്ന് ചിലപ്പോൾ നാട്ടിൽ പതിവുള്ള രീതി ആയിരിക്കാം, അത് എന്തെങ്കിലുമൊക്കെ ഒരു അങ്ങനത്തെ രീതി അന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കണം അങ്ങനെ വന്നത്. വല്ലാഹു അഅലം. അപ്പോൾ ഏതായാലും ഇതാണ് ബാങ്കിൻ്റെ ചരിത്രം. ഇപ്പോൾ സ്വഹാബത്തിന്റെ സ്വപ്നമാണ്, പക്ഷെ നബിയുടെ അംഗീകാരം അതിന് കിട്ടി, അതുകൊണ്ട് അത് സുന്നത്തായി മാറി. വല്ലാഹു അഅലം. അവിടെ നോട്ടെ. ഇനി ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റു ചില മസലകൾ കൂടി ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ബാങ്ക്, ഇഖാമത്ത്, അതേപോലെ ഞാൻ അതിൽ കൊടുക്കുമ്പോൾ പാലിക്കേണ്ട മറ്റു മര്യാദകൾ, അതൊക്കെ ശേഷം വരുന്നുണ്ട്. ബറകല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനകല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.